ഇവിടെ സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയിരിക്കുന്ന സമയമാണ്. നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ സാധാരണ ഇതിൽ പഠിക്കാൻ സ്കൂൾ വെക്കേഷൻ സമയത്ത് പഠിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഈ വേനൽ കാലം ആയതിനാൽ സർക്കാരൊക്കെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേക വെക്കേഷൻ സമയത്ത് ഈ വേനൽക്കാലത്ത് പ്രത്യേക പഠനങ്ങളൊന്നും പാടില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ വെക്കേഷൻ ബൈബിൾ പഠന ക്ലാസ്സുകളും മദ്രസ് പഠനങ്ങളും ഭൗതിക പഠന ക്ലാസ്സുകളും മറ്റും ബാലഗോകുലവും എന്നൊക്കെ പറഞ്ഞ് അനേകം പഠന ശിബിരങ്ങൾ കാണാൻ കഴിയും. മതപഠനങ്ങളാണ് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ഈ ശാസ്ത്രന്റെ ഈ വികസിച്ച ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ബൈബിൾ പഠന മേഖലയിലോ മദ്രസ പഠനത്തിലൊക്കെ പറയുന്നത് എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ കഥകളാണ്. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇതൊക്കെ പൊട്ടക്കഥകളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശാസ്ത്രത്തിന്റെ നമ്മുടെ ഈ സൃഷ്ടിയുടെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ശാസ്ത്രീയപരമായുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ചരിത്രപരമായ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കാലഘട്ടം പറയുന്നത് 13.8 മില്യൺ വർഷം മുമ്പേ. 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടി, അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പേ ആണെന്നാണ് പ്രപഞ്ചം ഉണ്ടായെന്നുള്ളത് ശാസ്ത്രീയപരമായുള്ള അന്വേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ബിഗ് ബാങ് തിയറി എന്നാണ് ശാസ്ത്രം ഇന്ന് അടയാളപ്പെടുത്തുന്നത്. മിൽക്കി വേ ഗാലക്സി രൂപപ്പെട്ടത് 13.6 ബില്യൺ വർഷം. അപ്പം മിൽക്കി വേ അതിനെ കുറിച്ച് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് അറിയാമല്ലോ. മിൽക്കി വേ എന്താണെന്നും ഗാലക്സിയുടെ കൂട്ടങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അപ്പൊ അടുത്ത് സൂര്യന്റെ രൂപപ്പെട്ടത് 4.6 ബില്യൺ വർഷം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണെന്നും കൂടെ ഓർക്കണം. അടുത്ത് ഭൂമി രൂപപ്പെട്ടത് 4.5 ബില്യൺ വർഷം. ഇനി ജീവശാസ്ത്രപരമായി ഭൂമിയിൽ ജീവൻ ഉണ്ടായ വർഷം എന്ന് പറഞ്ഞത് 4 ബില്യൺ വർഷം മുമ്പെയാണ്. മനുഷ്യർക്കും മനുഷ്യക്കുരങ്ങുകൾക്കും ഒറാൻഗുട്ടനും ചിമ്പൻസിക്കും ഒക്കെ അത് ജൈവ പരിണാമപരമായുള്ളതാണ്. അതുമായുള്ള ഒരു മുത്തശ്ശി, അതായത് ആദ്യ ജീവൻ ഉണ്ടാകുന്നത് 4 ബില്യൺ വർഷം മുമ്പെയാണ്. അതിനുശേഷം മനുഷ്യർക്കും മനുഷ്യക്കുരങ്ങുകൾക്കും എല്ലാം ഒരു മുത്തശ്ശി പൂർവികൻ ഉണ്ടാകുന്നത് 6 ദശലക്ഷം, അതായത് 60 ലക്ഷം വർഷം മുമ്പെയാണ്. 60 ലക്ഷം വർഷം മുമ്പ് മനുഷ്യൻ ആഫ്രിക്കയിൽ ഉരുത്തിരിയുന്നത് 2.5 ദശലക്ഷം വർഷം മുമ്പെയാണ്. ഇനി മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും യൂറേഷ്യയിലേക്കും പടരുന്നു. വ്യത്യസ്ത മേഖലയിലേക്ക് മനുഷ്യ ഫീഷ്യസുകൾ ഉണ്ടാകുന്നത്, അത് മനുഷ്യ പരിണാമത്തിന്റെ പ്രക്രിയയിൽ 2 ദശലക്ഷം വർഷം, അതായത് 20 ലക്ഷം വർഷം മുമ്പെയാണ്. ആധുനിക മനുഷ്യൻ അതായത് ഹോമോസാപ്പിയൻസ് രൂപപ്പെടുന്നത് 3 ലക്ഷം വർഷം മുമ്പെയാണ്. ഇതൊക്കെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളാണ്. ഇനി ഒരു 70,000 വർഷം മുമ്പെയാണ് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഭാഷ രൂപം കൊണ്ടുവന്നത്. ചരിത്രപരമായുള്ള ഒരു അന്വേഷണമാണ്. 70,000 വർഷം മുമ്പ്, അതായത് ഈ സാപ്പിയൻസ് ആഫ്രിക്കയുടെ പുറത്തേക്ക് കടക്കുന്നതും ഈ 70,000 വർഷം മുമ്പെയാണ്. ഒരു 45,000 വർഷം മുമ്പെയാണ് മനുഷ്യൻ ഓസ്ട്രേലിയയിൽ നിന്നും വാസം ഉറപ്പിക്കുന്നത്. അവിടെ ഓസ്ട്രേലിയക്ക് വാസം ഉറപ്പിച്ചതിന് ഫലമായി അവിടെയുള്ള വലിയ ജീവികൾക്ക് എല്ലാം വംശനാശം സംഭവിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. 35,000 വർഷം മുമ്പാണ് നമ്മളെ മനുഷ്യ ഫീഷ്യസിലുള്ള നിയാണ്ടർതാലുകളുടെ വംശനാശം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ് നിയാണ്ടർതാൽ. അവർ 35,000 വർഷം മുമ്പ് അവര് വംശനാശം സംഭവിച്ചു. 16,000 വർഷം മുമ്പ് സാപ്പിയൻസ് അമേരിക്കയെ വാസമുറപ്പിക്കുന്നതിന് ഫലമായി അവിടെയുള്ള വലിയ ജീവികളെല്ലാം വംശനാശം സംഭവിക്കുന്നു. ഇനി 13,000 വർഷം മുമ്പ് ഭൂലോകത്ത് ഏക മനുഷ്യ സ്പീഷീസായി ഹോമോസാപ്പിയൻസ്, അതായത് നമ്മൾ 13,000, ബാക്കിയുള്ള എല്ലാ നിയാണ്ടർതാലും ഹോമോ ഇറക്ടസും ഇതെല്ലാം വംശനാശം സംഭവിക്കുകയാണ്.
13,000 വർഷം മുമ്പ് ഇന്ന് കാണുന്ന ഈ മനുഷ്യൻ മാത്രം ഈ ഭൂലോകത്ത് അവശേഷിക്കുന്നു. 12,000 വർഷം മുമ്പാണ് കൃഷിയുടെ തുടക്കം, കാർഷിക വിപ്ലവം എന്ന് പറയുന്നത്. സസ്യങ്ങളും മൃഗങ്ങളെയും പോറ്റി വളർത്തുവാൻ അല്ലെങ്കിൽ നട്ടു വളർത്തുവാൻ ശീലിക്കുന്നു. മനുഷ്യൻ സ്ഥിര താമസം ഉറപ്പിക്കുവാൻ കൃഷി സഹായിച്ചു എന്നും ചരിത്ര നരവംശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു 50,000 അല്ല 5,000 വർഷം മുമ്പാണ് ആദ്യ രാജ്യം രൂപപ്പെടുന്നത്. ആദ്യ രാജ്യം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയനാണ്, ഇന്നത്തെ ഇറാഖാണ്. അതോടൊപ്പം ലിബി ഉണ്ടാവുന്നു, പണം കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടാവുന്നു. അതോടൊപ്പം മനുഷ്യൻ കണ്ടെത്തിയാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞ സങ്കല്പം. 5,000 വർഷങ്ങളാവുന്നു. അതോടൊപ്പം തന്നെ കുറെ പ്രാചീന മതങ്ങളും ഈ മനുഷ്യന്റെ തലച്ചോറിൽ ഉണ്ടായതാണ് ഈ ദൈവങ്ങൾ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യരാണ്. മതങ്ങൾ, പ്രാചീന മതങ്ങൾ ഉണ്ടായത്. അപ്പൊ പ്രാചീന മതങ്ങൾ പറയുന്നത് ഹിന്ദുമതം മതമായിട്ടില്ല, ഒരു കൾച്ചറൽ ഫോമിൽ ഉണ്ടായിരുന്നത് 3,500 വർഷമേ ആകുന്നുള്ളൂ. യഹൂദമതം 3,200 വർഷങ്ങളെ ആകുന്നു എന്ന് ചരിത്ര രേഖകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബുദ്ധമതം 2,500 വർഷങ്ങൾക്ക് അതിനൊക്കെ പഴക്കം പോകും. പല പ്രാചീന ഗ്രീക്ക് മതങ്ങളും താന്ത്രിക മതങ്ങൾ, പല മതങ്ങളും ഉണ്ട്, പല പല രീതിയിൽ അതിനെ കണക്കാക്കുന്നു. ഒരു 4,250 വർഷമാണ് ആദ്യ സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നത്. ആദ്യ സാമ്രാജ്യങ്ങൾ എന്ന് പറഞ്ഞത് സർഗോണിലെ അക്കാഡിമിയൻ സാമ്രാജ്യം, ആദ്യ സാമ്രാജ്യം. 2,500 വർഷം മുമ്പ് നാണയങ്ങളുടെ കണ്ടുപിടുത്തം ഉണ്ടാവുന്നു. അതോടൊപ്പം പാഴ്സി സാമ്രാജ്യം രൂപപ്പെടുന്നു. ഇതാണ് 2,500 വർഷം. 2,000 വർഷം മുമ്പാണ് ചൈനയിലെ ഹാൻ സാമ്രാജ്യവും മെഡിറ്ററേനിയനിലെ റോമ സാമ്രാജ്യവും രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട 2,000 വർഷം മുമ്പാണ് ക്രിസ്തു മതം, ഒരു മതത്തിന്റെ പ്രധാന ചട്ടക്കൂടോടെ ക്രിസ്തു മതം രൂപപ്പെടുന്നത് 2,000 വർഷം. ഒരു 2,000 വർഷമുള്ളൂ ലോകത്ത് ഒരു സിസ്റ്റമാറ്റിക് മതം രൂപപ്പെടുന്നതാണ്. 1,400 വർഷം മാത്രമാണ് ഉള്ളത് ഇസ്ലാം മതം. 1,400 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇസ്ലാം മതം. ഇതാണ് നമുക്ക് ചരിത്രത്തിൽ ഒരു ഇടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു 500 വർഷം ആണ് ശാസ്ത്രത്തിന്റെ വിപ്ലവം ഉണ്ടാകുന്നത്. മനുഷ്യരാശിക്ക് ഇന്നേവരുണ്ടായിട്ടുള്ള ഒരു തരം ശക്തിപരമായി മുന്നേറുവാൻ ശാസ്ത്രീയപരമായ വിപ്ലവത്തിന് സാധ്യമായി എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് മനുഷ്യന്റെ ജമ്പിങ് ആയിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഒരു 200 വർഷമാണ് വ്യവസായ വിപ്ലവം നടക്കുന്നത്. ഇപ്പോൾ ഭൂമി എന്ന ഗ്രഹത്തിലെ അതിരുകളെല്ലാം മാറ്റി രൂപപ്പെട്ട് അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ മനുഷ്യരാശിക്ക് ഇപ്പോൾ അത് ഭീഷണിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളും അതിശക്തമായ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും നിരീക്ഷണാനുസരിച്ച് മുന്നേറിയപ്പോഴാണ്, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിൽക്കുന്ന സമയത്താണ് ഇന്ന് കുട്ടികളെ വേനൽ അവധിക്കാലത്ത് മദ്രസ പഠനവും ബൈബിൾ വെക്കേഷൻ പഠനവും അതുപോലെ ഭഗവത്ഗീത പഠനവുമായി നടക്കുന്ന ഏക നാട് നമ്മുടെ നാടാണെന്ന് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇത് മനുഷ്യന്റെ പുരോഗതിക്കുള്ള വെറും 3,000 വർഷങ്ങൾക്കകത്തുള്ള കഥകൾ, പൊട്ടക്കഥകൾ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നത് ഇത് വിജയിക്കില്ല. ശാസ്ത്രമത്തകൾ മുന്നേറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ ശാസ്ത്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് മുന്നേറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.